നിങ്ങൾക്ക് ദ്രോഹം വരുന്ന ഒരു കാര്യവും അച്ഛൻ ചെയ്യില്ല. ഈ ലോകം മുഴുവൻ എന്നെ അവിശ്വസിച്ചാലും എന്റെ മോളെങ്കിലും എന്നെ വിശ്വസിക്കണം. അച്ഛൻ അത് മതി. ഞാൻ പോവുക. അച്ഛനെ കണ്ടെന്നും സംസാരിച്ചെന്നൊക്കെ അറിഞ്ഞോ ഏട്ടൻ വഴക്ക് പറയും. മോളെ നിൽക്ക്. ഇതിലും വലുതൊക്കെ തരണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. പക്ഷേ അതിനൊന്നും നിവർത്തിയില്ല. മോൾക്ക് വേണ്ടി അച്ഛൻ സ്നേഹത്തോടെ വാങ്ങിക്കൊണ്ടുവന്നതാ. മോളിത് വാങ്ങണം. എനിക്ക് വേണ്ട. തൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കരപ്പൻ നെറ്റിയിലോ പൊട്ടുതൊടാം. നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പിടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള്. ഞാൻ കഴിഞ്ഞ ദിവസം സാറിനെ വിളിച്ചായിരുന്നു. ചന്ദ്രസേനൻ ഡെപ്യൂട്ടി തഹസീൽദാർ ആയിരുന്നു. ഓ, മനസ്സിലായി. നമ്മുടെ ചന്ദ്രസേനൻ പട്ടയം തന്നെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്തതല്ലേ? അതെ സർ. എൻ്റെ തടഞ്ഞു വെച്ച പെൻഷന്റെ കാര്യം സാമ്പത്തികമായി ഇത്തിരി ബുദ്ധിമുട്ടിലാണ് സർ. താൻ വിഷമിക്കാതെ, നമുക്ക് ശരിയാക്കാം. ഞാൻ റവന്യൂ സെക്രട്ടറിയോടൊന്ന് സംസാരിക്കട്ടെ. ശരിയാക്കാന്നേ. വളരെ ഉപകാരം സർ. ഇന്നലെ രാത്രി പഞ്ചരക്തത്തിന്റെ പിന്നാമ്പുറത്തുകൂടി ഒരു കുറുക്കൻ വീടിനകത്തേക്ക് നുഴഞ്ഞു കയറാൻ നോക്കി. ഞാനൊരു ചെറിയ മർമ്മപ്രയോഗം നടത്തി അവനെ ആശുപത്രിയിലാക്കിയിട്ടുണ്ട്. എന്താടാ ഇത്? മുടിഞ്ഞ ചൊറിച്ചിലാണല്ലോ. പാതിരാത്രിയിൽ കണ്ട കാടും പറമ്പും താണ്ടി കുടുംബത്തിൽ പിറന്നവരുടെ അടുക്കളപ്പുറത്തെ വാതിൽ ഉറക്കാൻ പോയാൽ ചൊറിയണം കടിച്ച് നാശമാകും. ചൊറിയണം കടിച്ചാൽ മരുന്ന് പുരട്ടി അത് മാറ്റാം. പക്ഷേ കിട്ടിയ അടിയുടെ ക്ഷീണം എങ്ങനെ മാറ്റും? സത്യത്തില് ഇന്നലെ രാത്രി എന്നെ തല്ലിയത് അളിയനാണോ? അവൻ ചോദിച്ചത് കേട്ടില്ലേ?
നിങ്ങൾ ചിരിക്കാതെ പറ, നിങ്ങളാണോ അവനെ തല്ലിയത്? ഡാ, നീയും നിന്റെ ചേച്ചിയും കൂടി കാണിച്ചു കൂട്ടുന്ന തെമ്മാടിത്തരങ്ങൾക്ക് തിരിച്ചടി തരുന്നതേ ഞാനല്ല. അളിയനല്ലേ പിന്നെ ആരാ? എന്നെ തല്ലിയത് ആരാണെന്ന് എനിക്ക് അറിയണം. എടാ, നിന്നെ തല്ലിയതേ വേറെ ആരുമല്ല, സാക്ഷാൽ ഭഗവാൻ കൃഷ്ണനാ. ശ്രീകൃഷ്ണൻ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.